ഞാൻ പോവാണ്. പോവാനാ? ആ, അതിനിപ്പോ ഒന്നല്ലേ ഉള്ളു. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. ഇനി വെറുതെ നിന്നിട്ട് എന്തിനാ? തന്നെ പോലൊരു ഡിപ്രസിംഗ് ക്യാരക്ടറിനെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടു. എടോ താനിങ്ങി വന്ന് ഇങ്ങി വന്നേ. ആ എടോ ജസ്റ്റ് ലുക്ക് അറൗണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താ താനും. ദ ഐലൻഡ് ഓഫ് ഗോഡ്, ദ ഐലൻഡ് ഓഫ് ലവ്. പക്ഷേ ഇതൊന്നും മാഡത്തിന്റെ കണ്ണിപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല. എടോ ഇവിടെ വരെ വരാൻ പറ്റിയ തന്റെ ഭാഗ്യ. അതിനിങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. കുറച്ച് ധൈര്യമുള്ളവർക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് പേടിയൊന്നുമില്ല. അവള് നല്ല ജോളിയാണ് മച്ചാനെ. ജോളിയോ? ഇവളോ? ടെമ്പർ തെറ്റിക്കല്ലേ. ഓക്കെ ഓക്കെ, നാളത്തെ ഒരു ദിവസം താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ബാലിയിൽ എങ്ങനെ പാർട്ടി ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഗിവ് മീ വൺ ഡേ. ഓക്കെ പറഞ്ഞേ. വെറുതെ മലയാളിയിലെ വിലകളല്ലേ. ആ ഓക്കെ, ഞാൻ റെഡി. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. കുറച്ചു നേരത്തേക്ക് എന്നെ കണ്ണുമടച്ച് വിശ്വസിച്ചാൽ മതി. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. അമ്മച്ചി അറിഞ്ഞ് എന്നെ തല്ലി കൊല്ലും. അതെന്താ മോള് സുന്ദരിയാവുന്ന അമ്മച്ചിക്ക് ഇഷ്ടമല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വേഷം കെട്ടുന്നാ പറയാ. മാതാവേ, ഇങ്ങനൊക്കെ വേഷം കെട്ടിയാ എല്ലാവരും നോക്കും. നോക്കും, നോക്കണമല്ലോ. അതല്ലേ നമ്മുടെ ലക്ഷ്യം. അന്നമ്മേ, ഒരു പെണ്ണായാൽ ആണിനെ ആകർഷിക്കണം. അത് പ്രകൃതിയുടെ നിയമമാണ്. ഏതൊരു പെണ്ണിലും ഒരു ബാലി ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരു പെണ്ണവളുടെ സൗന്ദര്യം ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചാൽ മുൻപിൽ നിൽക്കുന്ന ഏതൊരാണിന്റെ പകുതി ശക്തി അവൾക്കാ. Yeah, this is her dress. Yes, ready. Thank you. പ്രിപ്പയർ பண்ணணும்ல. പ്രിപ്പയർ பண்ணാനാ ആഗ്രഹമില്ലണ്ടല്ലേ പെണ്ണേ. നീ വരണ്ടേ മാനത്. What the hell is this? This is a milkshake. അല്ലേ? അതെ. You call this a milkshake? You know our hotel should be proud. We have the only chef in the whole world who can't make a milkshake. Indians can make a milkshake. സാർ എന്റെ ലീവിന്റെ കാര്യം. You want leave? Learn how to cook first. Then we will see. പോണം. ஏண்டா உனக்கு கொஞ்சம் கூட டைமிங் கிடையாதா? லீவ் மேட்டர்ஸ் അത പിടിച്ച്. എന്തായാലും അവന്റെ വാലിയുടെ കേൾക്കേണ്ടി വരും. അവനെ എന്നാ മിൽക്ക് ഷേക്ക് ഒക്കെ പഠിപ്പിക്കണം. കൊച്ചിക്കാരനടുത്ത് അവന്റെ കളി. ടോണെടുത്ത് കളിച്ചാ പണി മിൽക്ക് ഷേക്കിൽ കിട്ടും. അയ്യോ. Milkshake. Now that's what I call a real milkshake. Thank you, sir. Thank you. Fantastic. അങ്ങനൊന്നുമില്ല. You Malayalis won't do a thing right till your ass gets kicked. You can take leave now. Thank you, sir.
ദാ പിടിച്ചു. ആഹാ. അതേ, ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടെ ഒന്ന് ലൂസനാവണം. ലൂസ് ആയത് മതി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് ധൈര്യം ഇല്ലാന്ന്. എനിക്ക് ഇത്തിരി ധൈര്യം കുറവാ. ഇനി അത് പറഞ്ഞ് എന്നെ പറ്റിക്കണ്ട. ദേ, ഇതൊക്കെ അലഞ്ചി ഇവിടെ എന്തൊരു കഷ്ടപ്പെടുന്ന അറിയാമോ? ദേ, ഇതങ്ങനെ അടിച്ചാൽ എല്ലാം ശരിയാവും. ദാ. ആ. ദാ പിടിച്ചോ. ബൈ. അത് വാങ്ങിക്കേ. ആ ചുമ്മാ അടിച്ചു. ആ ഉനിക്ക് സമ്മ പിന്നല്ലാണ്ട്. അന്നമ്മേ. മാതാവേ. അയ്യോ എന്തുവാടി ഇത്? കുട്ടി ട്രൗസർ ഇട്ട് നടക്കാൻ നീ എന്താ മദാമയാ? കർത്താവ് നീ കുടിയും തുടങ്ങിയ? ഒന്നും പറയണ്ട. എടി ഞാൻ നിന്നെ വിട്ടേന്റെ വിഷമം തീർക്കേണ്ടത് ഇങ്ങനല്ല, അതിനൊക്കെ വേറെ വഴിയുണ്ട്. ഇങ്ങ് വാ പറയാ. എന്താടി ഇത്ര ബലം പിടിക്കുന്നേ? ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിലേ മനസ്സമ്മതത്തിന് മുമ്പ് പലതും നടന്നേനെ. എന്താടി മനസ്സിലായില്ല? അയ്യോ എടി നീ ആളെ വെച്ചെന്നെ തല്ലിച്ചല്ലടി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ അവരോട് എല്ലാം ഞാൻ പറയും. അവരും അറിയട്ടെ മോളെ ലീലാവിലാസം. വിളിക്കുമ്പോ ഇതും കൂടി പറഞ്ഞോ. പറയും. വിളിക്കടാ വീട്ടിലേക്ക്. വിളിക്കടാ ചാടി. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. ഏതാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാ പിടിച്ചോ. ഇന്നലെ എന്താ നടന്നെന്ന് എനിക്ക് ഒരു ഓർമ്മയുമില്ല. ആണ് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? അന്നമ്മ അബദ്ധമൊന്നും കാണിച്ചില്ല. പക്ഷേ ആൻ, she was fun. I liked her. ഞാൻ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത ദിവസം ഇന്നലെയാ. ഇതിനു മുൻപ് എന്ത് ബോറിംഗ് ആയിരുന്നു എന്ന് ഇപ്പഴാ മനസ്സിലായത്. നമ്മുടെ ലൈഫ് ബോറിംഗും എക്സൈറ്റിംഗും ആക്കുന്നത് നമ്മൾ തന്നെയാ. എക്സൈറ്റിംഗ് ആയി ജീവിക്കണമെങ്കിലേ ഗട്സ് വേണം. ഇഫ് യു ഹാവ് ദാറ്റ്, എവറി ഡേ ഈസ് പാർട്ടി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ലാതെ ഹാപ്പി ആയിട്ട്. ഓ, ഹാപ്പി ആവാൻ ഭാഗ്യമൊന്നും വേണ്ടെന്നമ്മേ, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ദേ, ഇപ്പൊ ഇവരുടെയൊക്കെ ലൈഫിൽ ഒരു പ്രോബ്ലം ഇല്ലെന്ന വിചാരം. എങ്ക പോടുங்க? ആരിൽ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിഞ്ഞു. ആ കൂട്ടത്തിലെ കോമാളിയിൽ നിന്ന് തന്നെ തുടങ്ങും. ടോണി,
അവന്റെ അച്ഛന്റെ ഹോട്ടലാ കാണുന്നത്. തന്തപ്പടി വടിയായപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ വേറെ അതിലൊരു കൊച്ചുകൊണ്ട് സ്വത്തിന്റെ ഒരു നയാ പൈസ അയാൾ ഇവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗതികെട്ട് സ്വന്തം ഹോട്ടലിൽ അച്ഛൻ കിഴി ജോലി ചെയ്യായി പാവം. ഇനി നമ്മുടെ താരയുടെ കാര്യം. അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉള്ള ഒരു കുടുംബമുണ്ട്. വീട്ടുകാരുടെ കടം വീട്ടാനാ അവൾ ഇങ്ങോട്ട് വന്നത്. കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കടവും വീട്ടി ചേട്ടനെ ഡോക്ടറും ആക്കി. പക്ഷേ ഇപ്പൊ ഡോക്ടർക്കും കുടുംബത്തിനും അവളെ തറവാട്ടി കയറ്റാൻ കൊള്ളാത്തവളായി. അല്ല, നാട്ടിൽ ഈ മസാജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സാണല്ലോ. പക്ഷേ ഇതൊന്നും അവിടെ ക്യാഷ് മേടിച്ചപ്പോ ചേട്ടനും കുടുംബത്തിനും തോന്നിയില്ല. ഇപ്പൊ ഈ കാണുന്ന കൂട്ടുകാരൊക്കെയാ അവക്കാകെയുള്ള കുടുംബം. അന്നമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും അനിയനും ചേർന്നുള്ള കുടുംബമുണ്ട്. ഡു യു റിയലൈസ് ഹൗ ലക്കി യു ആർ? അവർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ഫ്രീ ആയി എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. ബിറ്റർ ടൈംസ് മേക്സ് ദ സ്വീറ്റ് വൺസ് ബെറ്റർ. അവർക്കറിയാം സന്തോഷത്തിന്റെ വില എന്താണ്. നമുക്ക് പാസ്റ്റിനെയോ ഫ്യൂച്ചറിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കാകെ നിയന്ത്രിക്കാവുന്നത് ഈ നിമിഷമാണ്, ദിസ് മൊമെന്റ്, ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ട്രസ്റ്റ് മീ, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ റിഗ്രറ്റ്സ്.